ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ഫുൾ ബോഡി വൈറ്റനിങ് ക്രീം തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മൾ പുറത്തുനിന്ന് വാങ്ങി ഉപയോഗിക്കുന്ന ക്രീമിനേക്കാളും എത്രയോ നല്ല റിസൾട്ട് കിട്ടുന്ന ക്രീമാണ്. ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് വെച്ചാൽ നമുക്ക് മുഖത്തുള്ള കുരു പോകാനും അത് കുരു വന്നു പോയ പാടുകൾ മാറാനും മുഖത്തെ കരിവാളിപ്പ് മാറാനും എല്ലാം സഹായിക്കുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ക്രീമാണ്. മുഖം നല്ല നിറം വരാനും സോഫ്റ്റ് ആവാനും ഈ ഒരു ക്രീം സഹായിക്കും. അപ്പോൾ എല്ലാവരുടെ വീട്ടിലുള്ള വെറും 2 സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ക്രീം തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂണോളം ഉലുവയാണ്. ഉലുവ ഇല്ലാത്ത ഒരു വീടും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഒരു 2 ടേബിൾ സ്പൂൺ ഉലുവ ഈ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ഫൈനായിട്ടൊന്നും പൊടിയണ്ട. അപ്പോൾ ഞാൻ നമ്മുടെ ഉലുവ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ അത് കുറച്ചൊന്ന് പൊടിച്ചത് കൂടി പോയിട്ടുണ്ട്. ഇത്രക്കൊന്നും പൊടിയേണ്ട ആവശ്യമില്ല. ഒരു കുറച്ച് തരിതരിപ്പ് ഉണ്ടായിട്ട് പൊടിക്കുന്നതാണ് നല്ലത്. ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ഉലുവക്ക് 1 ഗ്ലാസ് വെള്ളമാണ്. ഇനി നമുക്കിതൊന്ന് തിളപ്പിക്കണം. അപ്പോൾ തിളപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊന്ന് കുറുക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ 1 ഗ്ലാസ് എന്നുള്ളത് 1/2 ഗ്ലാസ്സിലും കുറച്ച് കൂടുതലുള്ള രീതിക്ക് നമ്മളൊന്ന് കുറുക്കിയെടുത്താൽ മതി. നമ്മുടെ ഈ വെള്ളം അധികം കുറുകിപ്പോയാൽ നമുക്ക് അരിപ്പയിലൂടെ അരിച്ചെടുക്കുന്ന സമയത്ത് അത് അരിപ്പേൻ്റെ ഉള്ളിലൂടെ ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഇതിൻ്റെ വെള്ളം കുറച്ചൊന്ന് വെറ്റിച്ചെടുക്കട്ടെ. അപ്പോൾ ഇത് കൈവിടാണ്ട് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിതിങ്ങനെ ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കൊന്ന് കുറുകി കിട്ടും. ഒരുപാട് അങ്ങ് വറ്റിപ്പോണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കുറുകി കിട്ടണം. അപ്പോൾ എൻ്റേത് ഇത് കുറച്ച് കൂടുതലൊന്ന് വെള്ളം വറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു പരിവയിലും കുറച്ച് വെള്ളം കൂടുതലുള്ള സമയത്ത് നിങ്ങൾ ഓഫ് ചെയ്യുക കേട്ടോ. ഇനി ഞാനിത് ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉലുവ ഒന്ന് തണുത്തതിന് ശേഷം ഞാൻ ഈ അരിപ്പയിലൂടെ അരിച്ചെടുക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വെള്ളം കുറച്ച് വറ്റിയത് കൂടിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ അരിപ്പയിലൂടെ അരിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് അത് ഇറങ്ങി വരില്ല. കുറച്ചൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രമേ അത് ഇറങ്ങി വരൂ. അപ്പോൾ നിങ്ങൾ കുറച്ച് വെള്ളം കൂടുതൽ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. പക്ഷേ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല കട്ടിയുള്ള ക്രീം തന്നെ കിട്ടും. വെള്ളം കൂടിപ്പോയാൽ നമ്മുടെ ക്രീമിൻ്റെ കൺസിസ്റ്റൻസി മാറാനും സാധ്യതയുണ്ട്. അപ്പോൾ അധികം വറ്റിപ്പോവാതെയും കൂടിപ്പോവാതെയും പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രീം കിട്ടൂ. എന്നിരുന്നാലും റിസൾട്ട് സൂപ്പർ ആയിരിക്കും കേട്ടോ. പക്ഷേ ഉണ്ടാക്കുന്ന രീതി തെറ്റിപ്പോകാൻ പാടില്ല. അപ്പോൾ ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ക്രീമിലേക്ക് നമുക്ക് ഒരു സാധനം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് വേറൊന്നല്ല, അലോവേര ജെല്ലാണ്. അലോവേര ജെല്ല്, വീട്ടിലുള്ള അലോവേര ജെല്ല് യൂസ് ചെയ്യാമെന്ന് അധിക പേരും ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് യൂസ് ചെയ്യാം, പക്ഷേ ഇത്രയും ലൈഫ് ടൈം കൂടുതൽ കിട്ടൂല. അതായത് പുറത്ത് വെച്ച് ഉപയോഗിക്കുന്ന സമയത്ത് കേട് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പം ഞാനിത് പുറത്തുനിന്ന് വാങ്ങിയ അലോവേര ജെല്ലാണ്. 2 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി മിക്സ് ചെയ്താൽ നമ്മുടെ കറക്റ്റ് ക്രീമിൻ്റെ കൺസിസ്റ്റൻസിയിലേക്ക് അത് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്തൂരി മഞ്ഞളുടെ പൊടി വേണമെങ്കിൽ ആഡ് ചെയ്യുക കേട്ടോ. വേണമെങ്കിൽ, നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടി ബെസ്റ്റ് റിസൾട്ട് ആയിരിക്കും. ചിലർക്ക് മഞ്ഞൾ അലർജി ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ യൂസ് ചെയ്യണ്ട. അപ്പോൾ ഞാനിതൊരു ഡ്രൈ ആയിട്ടുള്ള എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് സൂക്ഷിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്കൊരു 2 ആഴ്ച വരെയെല്ലാം പുറത്ത് തന്നെ വെച്ച് സൂക്ഷിക്കുക. അല്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അപ്പോൾ മുഖത്തിടുമ്പോൾ ഒരു ചെറിയൊരു തണുപ്പും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഉലുവ ക്രീം എല്ലാവരും തയ്യാറാക്കി നോക്കുക. ചിലപ്പോൾ അധികം പേർക്കും ഇതിനെക്കുറിച്ച് അറിയായിരിക്കും കേട്ടോ. ഉലുവ ഫേസ് ക്രീമിനെ കുറിച്ചിട്ട് അറിയായിരിക്കും. വളരെ എഫക്റ്റീവാണ്. അപ്പോൾ ചിലർ ചോദിക്കും ഇത് മുടിയിൽ യൂസ് ചെയ്യുന്നതല്ലേ, മുടി വളരാൻ വേണ്ടിയിട്ട് ഉലുവ അധികം മുടി വളരാനല്ലേ. അപ്പോൾ മുടിക്കായാലും മുഖത്തിനായാലും നമ്മുടെ അലോവേര, അതുപോലെ തന്നെ ഉലുവ, പിന്നെ അങ്ങനെ പല സാധനങ്ങളും മുടിക്കും മുഖത്തും ഉപയോഗിക്കുന്ന സാധനങ്ങളുണ്ട്. പക്ഷെ അത് തയ്യാറാക്കുന്ന രീതി വ്യത്യാസമുണ്ട്. മുടിക്ക് ഉപയോഗിക്കുന്ന രീതിയും മുഖത്ത് ഉപയോഗിക്കുന്ന രീതിയും തയ്യാറാക്കുന്ന രീതി വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിങ്ങനെ തേച്ച് ജസ്റ്റ് ഒന്നങ്ങ് പിന്നെ അതങ്ങ് എബ്സോർബായി പോയിക്കോളൂ. സാധാരണ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഫേസ് ക്രീമെല്ലാം എങ്ങനെയാണ് ഉപയോഗിക്കൽ അതേപോലെ ഇത് ഉപയോഗിച്ചാൽ മതി. ഇത് കഴുകിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല. രാത്രി കിടക്കുമ്പോൾ ദിവസവും നിങ്ങളിത് തേച്ച് കിടന്നാൽ മതി. ഒരു നൈറ്റ് ക്രീമായിട്ട് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. കുളിച്ചതിന് ശേഷം അപ്ലൈ ചെയ്യാം. ഇത് കഴുകിക്കളയേണ്ട ആവശ്യമില്ല. പലരും ചോദിക്കാറുണ്ട് ക്രീം തയ്യാറാക്കി കഴിഞ്ഞാൽ ഫേസ് പാക്ക് പോലെ കഴുകിക്കളയണമെന്ന്. അതിൻ്റെ ഒരു ആവശ്യമില്ല. ഇതൊരു ക്രീമാണ്. ഡെയിലി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ക്രീമാണ്. ഒരുപാട് കാലം ഇത് പുറത്ത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. കമൻറ്റിലൂടെ വന്നിട്ട് ഉറപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ക്രീമാണ്. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ദയവേതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.